ചോദിക്കുന്നത് അല്ലാഹുവേ, നീ കരുണ ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ്. എനിക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. ആദ്യത്തെ 10 ഓരോ മുഅ്മിനും പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത് അതാണ്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുകളുണ്ട്, എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിന്റെ കരുണയുടെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടണേ എന്ന് നാം ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ടാണോ ദുആ ചെയ്യുന്നത്. നീ ഇഷ്ടപ്പെട്ട മാസത്തിൽ നിന്റെ പരിശുദ്ധമായ ഈ പുണ്യമായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവേ, നിന്റെ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ കരുണ കൊണ്ട് ഇതുപോലെ ഞങ്ങളെ നീ നിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്ന് ഓരോ മുഅ്മിനും ദുആ ചെയ്യേണ്ട കാരുണ്യത്തിന്റെ പത്താണ് അല്ലാഹു തുറന്നു തന്നിരിക്കുന്നത്. അതതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 3, 4, 5 ദിവസം എത്തുമ്പോ ഈ കാരുണ്യത്തിന്റെ വാതിൽ അല്ലാഹു നമ്മളിൽ നിന്ന് അടയ്ക്കപ്പെടുകയാണ്. അതാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറയുന്നത് ഇതാണ്. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാകട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. കാരണം കാരുണ്യം ഇല്ലാത്തടത്ത് പടച്ച റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാരുണ്യം ഉണ്ടാകണം. പടച്ച തമ്പുരാനെ ഈ ലോകത്തിന്റെ മുന്നിൽ തന്നെ പരിചയപ്പെടുത്തിയത് നമുക്കറിയാമല്ലോ. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നബിയെ അങ്ങ് വായിക്കണം, അങ്ങ് ഓതണം എന്നാണ്. പക്ഷേ അതിനു മുമ്പ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ നാമത്തിൽ അവിടുന്ന് പാരായണം ചെയ്യുക. അപ്പൊ അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ധാരാളം ഇസ്മുകൾ ഉണ്ടായിട്ട് പോലും, ധാരാളം പേരുകൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ അല്ലാഹു ആദ്യം തെരഞ്ഞെടുത്ത നാമം അർ-റഹ്മാനുർ റഹീം. ഞാൻ കരുണ ചെയ്യുന്നവനാണ്, ഞാൻ കരുണാനിധിയാണ്, കാരുണ്യവാനാണ് എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ തമ്പുരാൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. അതാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ അല്ലാഹുവിന് ധാരാളം ഇസ്മുകൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ആദ്യമായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും, അത് മതമില്ലാത്തവരാകട്ടെ ഉള്ളവരാകട്ടെ ഏതുമാകട്ടെ, എല്ലാ മനുഷ്യർക്കും കാരുണ്യവാനായ കരുണാനിധിയായ ഗുണം ചെയ്യുന്ന അല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്ത നാമവും അത് തന്നെയാണ്. ഞാൻ കരുണ ചെയ്യുന്ന ആളാണ്. എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും, എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും എന്റെ അടുക്കലേക്ക് വന്നാൽ അവന് ഞാൻ കരുണയുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. ഞാൻ കരുണ ചെയ്യുന്നവനാണ്. മാത്രമല്ല, ചരിത്രത്തിൽ കാണാമല്ലോ, അല്ലാഹു സൃഷ്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു എടുത്തു പറയപ്പെട്ട അല്ലാഹു തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്ത് നബിയെയും അല്ലാഹു ലോകത്തിൽ പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യവാനായിട്ടാണ്, ഒരു കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചുകൊണ്ടാണ് നബിയെ അങ്ങേ ഞാൻ അയച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതും റഹ്മാനുർ റഹീം കൊണ്ടാണ്. മുത്ത് നബി
നബിയെ പരിചയപ്പെടുത്തിയതും കാരുണ്യം കൊണ്ടാണ്. ഇനിയോ അല്ലാഹു നമുക്ക് പരിശുദ്ധമായ റമളാനിൽ അതാ 30 ദിവസം പുണ്യങ്ങളുടെ പൂക്കാലമായി പാപങ്ങൾ മുഴുവനും കഴുകി കളയാൻ നമുക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത പുണ്യമായ റമളാൻ. ആ റമളാനിൽ ആദ്യത്തെ 10 അല്ലാഹു തിരഞ്ഞെടുത്തത് റഹ്മത്തിന്റെ 10ആണ്. കാരുണ്യം ചോദിക്കുക. നിങ്ങൾ എന്നോട് കാരുണ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് കാരുണ്യം? അല്ലാഹു അവിടുന്ന് പറയുന്നു, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത് 100ഓളം ഉണ്ടെന്നാണ് ചരിത്രത്തിൽ കാണാം. 100ഓളം റഹ്മത്ത് അല്ലാഹുവിനുണ്ട്. പക്ഷേ 99ഉം അല്ലാഹുവിന്റെ സമക്ഷത്തിലാണ്. അതിൽ 1 മാത്രമാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ആ ഒറ്റ 1 കൊണ്ടാണ് നമുക്ക് അല്ലാഹു കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃഗജീവികളൊക്കെ അതിനെ കണ്ടില്ലേ മാറോടണച്ച് പിടിക്കുന്നത്. ചരിത്ര ഹദീസിൽ ഒരു ഹദീസിൽ കാണാം, ഒരാട് അതിന്റെ കുഞ്ഞിനെ പാല് കൊടുക്കുവാൻ എത്രത്തോളം അതിനോടടുപ്പിച്ച് അതിന്റെ സൗകര്യത്തിന് കരുണയോട് കൂടി എത്രത്തോളം അടുപ്പിച്ച് അതിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുമോ, അതാണ് 99 1 ഭൂമിയിലേക്ക് ഇറക്കിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവ്വലു റഹ്മ, ഈ ആദ്യത്തെ 10 റഹ്മത്താണ്. പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്താണ്. അവസാനത്തെ 10 നരകമോചനവുമാണ്. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തായത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ റഹ്മത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുമ്മ റഹ്മീ യാ റഹ്മർ റഹീം. വെറും ഒരു പ്രാർത്ഥന മാത്രമാകരുത്, വെറും ഒരു പ്രാർത്ഥന മാത്രം, ഒരു വാക്ക് മാത്രമാകരുത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന് നാമും അവകാശിയായി മാറണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. നമ്മൾ ചോദിക്കേണ്ടതൊക്കെ പുറമെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കൽബുകൊണ്ട്, ഹൃദയം കൊണ്ടുള്ള ചോദ്യമൊക്കെ നിർത്തിവെച്ച് എല്ലാരും ചോദിക്കുന്നു, ഞാനും ചോദിക്കുന്നു, പോകുന്നു. കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് തുറന്നു തരും. നമ്മുടെ ശരീരത്തോടും കുടുംബത്തോടും മാതാപിതാക്കളോടും മുഴുവൻ മനുഷ്യരോടും മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും മുഴുവൻ ജന്തുക്കളോടും നമ്മൾ കരുണയുള്ളവരായി മാറണം. അതായിരിക്കണം പരിശുദ്ധമായ റമളാനിൽ എടുക്കേണ്ടത്. എല്ലാവരോടും കരുണയുള്ളവരായി മാറണം. അറിയില്ലേ, ഒരു വാടിയ സസ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കൽ പോലും അത് കരുണയാണ്, അത് ഇബാദത്താണ് എന്ന് മഹാന്മാര് പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പൊ ഇത്രത്തോളം കാരുണ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്, അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മളും ആ രീതിയിലേക്ക് മാറണം. ഇന്ന് മനുഷ്യൻ കാരുണ്യം പാടെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് കരുണ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലില്ല. വളർന്നു വരുന്ന തലമുറകൾക്ക് എന്താണെന്നറിയില്ല. റോഡിൽ കിടക്കുന്ന ഒരു കല്ല് അല്ലെങ്കിൽ ഒരു വൃക്ഷം അതെടുത്ത് മാറ്റുന്നത് ഒരു കരുണയാണ്. അത് വാപ്പയെടുത്ത് മാറ്റുമ്പോ അടുത്തതിനും മകൻ വന്നെടുത്ത് മാറ്റും. പക്ഷേ ഇന്ന് വാപ്പാക്കെടുക്കാൻ സമയമില്ല. ഉടനെ നമ്മൾ അടുത്ത ആളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതെടുത്തു മാറ്റട്ടെ. കാരണം നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കൾ ചെയ്യും. റമളാനാകുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ നല്ല വൃത്തിയാക്കും, ഉഷാറാക്കും. അടുത്ത പ്രാവശ്യം അത് മക്കൾ ചെയ്യണം. അതെല്ലാം ഒരു കാരുണ്യമാണ്. അല്ലാഹുവേ, അറിയുമല്ലോ, ചരിത്രത്തിൽ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു വേശ്യയായ മോശപ്പെട്ട ഒരു പെണ്ണ് അതാ ഒരു
മരുഭൂമിയിൽ വറ്റി വരണ്ടിരിക്കുന്ന വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഒരു നായ ആ മരുഭൂമിയിലെ മണ്ണ് കപ്പി തിന്നുന്നത് കണ്ടപ്പോ, ദാഹിച്ച വിസരയായി മണ്ണ് തിന്നുന്നത് കണ്ടപ്പോ ആ നായയ്ക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ ആ പെണ്ണിന്റെ തെറ്റുകൾ പോലും കുറ്റങ്ങൾ പോലും അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ പാടെ ആ കാരുണ്യത്തിൽ നിന്ന് മാറിപ്പോയി. അല്ലാഹു ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർള് ഇർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. മുദ്ദനബി പറയുക മാത്രമല്ല, അത് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ട് കടന്നുപോയവരാണ്. ഒരിക്കൽ ഒരു അഅറാബിയായ മനുഷ്യൻ പുന്നാര നിമിത്തങ്ങൾ നടന്നു പോകുമ്പോ അത് അവരുടെ കൈ തട്ടിയിട്ട് മുത്തുനബിയുടെ കഴുത്തിൽ കിടന്ന തട്ടം ഷാള് താഴേക്ക് വീഴുകയാണ്. ചരിത്രത്തിൽ കാണാം. അവിടുന്ന് പുറത്ത് താഴെ വീണു. പുന്നാര തങ്ങളുടെ ശരീരം പല അവിടുന്ന് ആ ഷാളിന്റെ ഈർപ്പം തട്ടിക്കൊണ്ട് മുറിയുകയുണ്ടായി. ചെറിയ പോറല് സംഭവിച്ചു. ആ അറബിയായ മനുഷ്യൻ ചിന്തിച്ചു, ലോകത്തിന്റെ പ്രവാചകന്റെ തോളിൽ കിടന്ന ഷാളാണ്, തട്ടമാണ് എന്റെ കൈതട്ടി താഴെ വീണത്, എന്നെ വധിക്കുമല്ലോ. ഞാൻ ആകെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചതാണ് എന്ന ചരിത്രം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മളോ ഇന്ന് വസ്തുക്കളുടെ പേരിൽ, ഭൂമിയുടെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി, അല്ലെങ്കിൽ ശരീരം ഏതെങ്കിലും ഒന്ന് തൊടുകയോ സ്പർശിക്കുകയോ ചെയ്തതിന്റെ പേരിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേസുകളും പ്രശ്നങ്ങളും ഒക്കെ. അല്ലാഹു എല്ലാ കാര്യങ്ങളിലും നല്ലത് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റമദാൻ കാരുണ്യത്തിന്റെ പത്തിൽ അല്ലാഹുവിനോട് കാരുണ ചെയ്യണം. മുഅ്മിനായ മനുഷ്യൻ സ്വർഗം കിട്ടുന്ന 4 കാര്യം മഹാന്മാര് പറയുന്നു. കാരുണ്യം നമ്മളിലേക്ക് അല്ലാഹു നൽകും. ഒന്ന്, വജ്ഹുൻ ഹലീം, പ്രസന്നമായ മുഖമാണ്. അതൊരു കാരുണ്യത്തിന്റെ അടയാളമാണ്. പ്രകാശിക്കുന്ന മുഖം. ഒരു ശത്രുവിനെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് പ്രകാശിക്കാൻ നിർത്തുകയും. 2, ലിസാനുൽ ഫസീഹ്, നല്ല നാവ്, ആരെയും വേദനിപ്പിക്കുകയില്ല, അല്ലേ? ആരെ വെറുപ്പിക്കുകയില്ല. ആരെയും എന്റെ നാവ് കൊണ്ട് ഞാൻ ഇല്ലാത്തത്, അവർ ഇഷ്ടപ്പെടാത്തത് ഞാൻ പറയൂല. അതൊരു കാരുണ്യമാണ്, ഒരു റഹ്മത്താണ്. തഖ്വ ചെയ്യുന്ന ഹൃദയം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഹൃദയം. ധർമ്മം ചെയ്യുന്ന കൈ, എന്റെ കൈ ചലിച്ചാൽ അത് ധർമ്മം ചെയ്യലാണ്, എന്റെ കൈയുടെ പ്രവർത്തനം നന്മ ചെയ്യലാണ്. ഇതിന് നേരെ വിപരീതമായിട്ട് വരുന്നത് അത് നരകത്തിലേക്ക് എത്തിക്കുകയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അത് അല്ലാഹുവേ സ്വർഗത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് അല്ലാഹു എത്തിക്കുകയും ചെയ്യുമെന്ന് ആ മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട